അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ ഷോപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മളെ വെൻറ്റുമാണ് ഇട്ടത്. വെൻറ്റുള്ള അടിപൊളി കളറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ ആദ്യം ഇത് ഇറക്കണം, ഫോറൊന്ന് കാലിയാക്കണം. പിന്നെ ഈ ഒരു വണ്ടി നമ്മൾ എക്സിസ്റ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഡെലിവറി ഉണ്ടാവും. ഇത് ഡെലിവറി ഇട്ടുണ്ടാവില്ല, എന്തായാലും ഈ വണ്ടിൻ്റെ വർക്ക് 360 ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നാനോ സെറാമിക് ടിൻറ്റ് കാര്യങ്ങൾ, ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഷാർപ്പിൻ്റെ ഡിസ്പ്ലേ ആണ് നമ്മൾ ചെയ്തിട്ട് 2 വർഷം വാറൻറ്റി ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. റൂഫ് ക്ലോത്ത് ഉണ്ടോ, അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ഹെഡ് ലാമ്പിൻ്റെ ബൾബ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു വണ്ടി നമുക്ക് തലശ്ശേരി ഭാഗത്ത് നിന്ന് വന്നാൽ കേട്ടോ ഫേസ് ലിഫ്റ്റ് ചെയ്യാനുള്ള ടൈപ്പ് 2 വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ടൈപ്പ് 3, അല്ലെങ്കിൽ മേ ബി ടൈപ്പ് 3 അല്ലെങ്കിൽ ടൈപ്പ് 4ലേക്ക് നമുക്കൊരു വണ്ടി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഒരുപാട് വർക്കുണ്ട് ഈ വണ്ടി. അപ്പോൾ നമ്മളിതിൻ്റെ കാലിബ്രേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഫ്രണ്ട് വ്യൂ, ഇത് റിയർ വ്യൂ, ഇത് റൈറ്റ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കൊടുത്തത്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ 2 ഓപ്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് ഈ സൈഡ്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇത് മൊത്തം ഒരു 360 വ്യൂ. ഓക്കെ, ഇത് നമ്മളൊരു 360 ഇപ്പോൾ നമ്മൾ കണ്ടോ ബാക്കിലൊരു ഓട്ടോ ഉണ്ട്. ഓക്കെ, ആണ് അലൈൻമെൻറ്റ് കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇപ്പോൾ റൈറ്റിലേക്ക് ഇടുമ്പോൾ ആ ഒരു ഇതാണ് ഡയറക്ഷൻ, നമ്മൾ ലെഫ്റ്റിലേക്ക് ഇടുമ്പോൾ ആ ഒരു ഡയറക്ഷൻ. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിത് പെൻഡ്രൈവ് കുത്തിയാൽ 4 ക്യാമ 1 ടൈമിൽ റെക്കോർഡാവും. ഇതിപ്പോൾ നമ്മൾ പെൻഡ്രൈവ് കുത്തിയില്ല, നമുക്ക് പെൻഡ്രൈവ് കുത്തി കഴിഞ്ഞാൽ ഒരേ സമയം നമ്മൾ ഫ്രണ്ടും ബാക്കും 2 സൈഡിലൊക്കെ ഇതൊക്കെ റെക്കോർഡാവും കേട്ടോ, വിഷ്വൽസ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മളാ ഒരു ഇന്നോവ ഇല്ലായിരുന്നു, നമ്മളെ 360 സീറ്റൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോ എടുക്കാൻ വന്നു. നമ്മൾ തലപ്പാറ പമ്പിലാണുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയർ സീറ്റ് ഇട്ട്. അതേപോലെ ഡോർ പാഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫ്ലോർ മാറ്റ്, സ്റ്റിയറിങ്. പിന്നെ നമ്മളിതിൽ 360 ക്യാമാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് സീറ്റൊക്കെ കണ്ടോ, നമ്മളത് പക്കായിട്ട് തന്നെ കസ്റ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ റിലീസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം റോഡൊക്കെ കുറേ ഓപ്പണായി, പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ഗ്യാപ്പുകളേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വൈപ്പർ ബ്ലേഡൊക്കെ നമ്മൾ മാറ്റി കേട്ടോ. ഓക്കെ, ഇതിൽ ഇന്ന് കയറും നാളെ കിട്ടും കേട്ടോ. ഫ്രണ്ട് ലിപ്പ് 7 സംതിങ്. എൻ്റെ വീട്ടിലെത്തിക്കണം കേട്ടോ. ഇവിടുന്ന് കാറിലാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഫോർച്യൂണർ എടുക്കാണ്ടിരുന്നു കേട്ടോ. അപ്പോൾ മുമ്പ് നമുക്ക് എങ്കോരി വന്ന വണ്ടിയായിരുന്നു. ഗ്രില്ലും കാര്യങ്ങളൊക്കെ മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ വണ്ടി എടുക്കാൻ വേണ്ടി വരെ വീട്ടിൽ പോയതാണ്. വണ്ടി ഓണർ നാട്ടിലില്ല. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ വണ്ടി എടുത്തോളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ വേങ്ങര ഭാഗത്തോട്ടെ, വേങ്ങര നമ്മൾ കോട്ടക്കൽ റോഡിനാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് കുറച്ചുള്ള പോകണ്ട കേട്ടോ. നമ്മൾ കോട്ടക്കൽ റോഡിന് കയറിയിട്ട് വേങ്ങര ഭാഗത്താണ് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല ഉണ്ടല്ലോ, ഉള്ളേരിയ. കിട്ടും 12-13. അപ്പൊ നമ്മള് വണ്ടി എടുത്തല്ലേ. നമുക്ക് അധികം ദൂരമൊന്നുമില്ലല്ലേ നാട്ടിൽ നിന്ന്? ഇല്ലല്ലോ, 5 ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാക്സിമം. ഓട്ടോമാറ്റിക് 4 വീലർ ഡ്രൈവ് കേട്ടോ വണ്ടി. ചെറിയ റോഡാണ്, പതുക്കെ പോകുന്നുണ്ട്. ഇപ്പം ഏകദേശം നമ്മൾ ഹൈവേയിലെത്തില്ല. നേരെ കടയിൽ കേട്ടോ, കടയിലെത്താനായിട്ടുണ്ട്. അപ്പോൾ മറ്റേ ഇന്നോവ ഒന്ന് കൊണ്ടുപോകും കേട്ടോ. മറ്റേ ഇന്നോവ ഒന്ന് കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണെന്നുള്ളത്. ഇവിടുന്ന് എക്സിറ്റ് അടിക്കണം. ഇത് ശരിക്ക് എൻട്രി ആണ്, എക്സിറ്റ് അല്ല. പക്ഷേ നമ്മളിപ്പോൾ ഇതെന്താക്കി എക്സിറ്റ് ആക്കി. നമ്മൾ ഷോപ്പിലെത്തിയടാ.
ഇറങ്ങിയാൽ വണ്ടി എടുക്കാം. അപ്പോൾ ഇതാണ് വണ്ടി കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട്, എന്തൊക്കെയാണെന്നുള്ള കൺഫേംഡ് ആയില്ല. എന്തായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. പിന്നെ ഈ വണ്ടി അടുത്തത് ഈ വണ്ടി കേട്ടോ. ഈ വണ്ടി നമുക്ക് തമിഴ്നാട് നിന്നാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഇന്നലെ നൈറ്റിൽ വന്നതാണ്, അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു, ഇതിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ ഹെഡ് ലാമ്പ് മാറ്റാനുണ്ട്, ഇങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അത് അടിപൊളി കളറാട്ടോ വണ്ടി ഉണ്ടോ. അപ്പോൾ ഹെഡ് ലാമ്പ് ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് മാറ്റങ്ങൾ ഗ്രില്ല്, നമ്പർ പ്ലേറ്റ്സ്, ചിലപ്പോൾ വീൽ അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ നമുക്ക് ആൻഡ്രോയിഡ് ഡിസ്പ്ലേ മാറാനുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ഇന്നോവ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോവാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു വണ്ടി വാഗണറേ നമുക്ക് ഹോൺ മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഹോണ് ജസ്റ്റ് ബോസ് ഒന്ന് കാണിച്ചു കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഹോണ്, HOD ബ്രാൻഡിൽ വരുന്ന ഹോണാണ്. നല്ല അടിപൊളി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഹോണാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കറക്റ്റ് ആവുമെന്ന് ചോദിച്ചു വരും, അല്ലെങ്കിൽ നമ്മളെ കിയൻ്റെ ഓണ് ചോദിച്ചു വരും. അപ്പോൾ സാധനം നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. നല്ല അടിപൊളി സൗണ്ടാണ്. എന്താ വെച്ച് 1 year വാറൻറ്റി ഉണ്ട്, 1 year റീപ്ലേസ്മെൻ്റ് ആണ് വാറൻറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ റനീസേ എന്തായി വണ്ടി ഫുള്ള് കയറ്റിട്ടാ? ഫുൾ സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഈ വണ്ടി നമ്മളിതിൻ്റെ ഇടയിൽ വർക്കിനെടുത്ത വണ്ടിയാണ്. അതിൻ്റെ വീഡിയോസ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഹെഡ് ലാമ്പ് മാറ്റിയിട്ടുണ്ട്, കുറച്ച് ടച്ചിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡീക്രോമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടി ഉണ്ടോ, നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇത് നമ്മളിന്ന് കൊടുന്ന ഫോർച്യൂണർ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ മറ്റേ ഫോർച്യൂണർ പോളിഷൊക്കെ ചെയ്ത് ഏകദേശം വർക്ക് ഫിനിഷ് ആവാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിയാണ്. അപ്പോൾ വീണ്ടും നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.